എല്ലാവർക്കും സൗമ്യാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ ലോ കാർബ് ഡയറ്റ് മീൽ മെനുവിൻ്റെ സെക്കൻഡ് പോസ്റ്റാണിത്. അപ്പോൾ ഇതിൽ ഞാൻ മാക്സിമം വെജിറ്റേറിയൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം കുറേ വെജിറ്റേറിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ വെജിറ്റേറിയൻസിന് ഈ ഡയറ്റ് ചെയ്യാൻ പറ്റുമോ, കാരണം കൂടുതലും നോൺ വെജ് അല്ലേ ഇതിൽ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഒരുവിധം മാക്സിമം ഞാൻ വെജിറ്റേറിയൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീനിൻ്റെയും ഫാറ്റിൻ്റെയും പെർസെൻറ്റേജ് അളവെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പല ആപ്സും അവൈലബിൾ ആണ്. സോ അതിൽ ചില ആപ്സാണ് കാർബ് മാനേജർ, പിന്നെ ക്രോണോമീറ്റർ, പിന്നെ ഹെൽത്തിഫൈ മീ ആപ്പ് ഒക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിലേതെങ്കിലും ആപ്സ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓരോന്നായിട്ട് അതിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റിൻ്റെയും പ്രോട്ടീൻ്റെ അളവെല്ലാം നമുക്കതിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇവിടെ ഇതിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ ബട്ടർ കോഫിയാണ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കട്ടൻ കാപ്പി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഒരു കപ്പ് ചൂടുവെള്ളം ആവശ്യത്തിന് കാപ്പിപ്പൊടി ഇട്ടു, ഒരു കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറും 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പോസ്റ്റിലെ ബട്ടർ ടീയിൽ പാലും ഫുൾ ഫാറ്റ് മിൽക്കും ബട്ടറും ആയിരുന്നു അതിൽ ഫാറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി അല്ലെങ്കിൽ ബട്ടർ കോഫിയിൽ ബട്ടറും കോക്കനട്ട് ഓയിലുമാണ് അതിലെ ഫാറ്റ്. അപ്പോൾ ഇത് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനായിട്ടൊരു ചെറിയൊരു ഇതുപോലെ ഫ്രോത്തർ പോലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ഒരു അടി അടിച്ചാൽ മതി. ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നല്ല പതയൊക്കെ ആയിട്ട് നമുക്ക് ബട്ടർ കോഫി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ബട്ടർ കോഫി മാത്രം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഇതാവില്ല. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ ബട്ടർ ടീ ആണെങ്കിൽ അത് മാത്രം കുടിച്ചാൽ മതി. പക്ഷേ ബട്ടർ കോഫിയുടെ കൂടെ വേറെ എന്തെങ്കിലും കഴിച്ചാലേ കുറച്ച് നേരം നമുക്ക് വിശപ്പില്ലാതെ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബട്ടർ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 ബോയിൽഡ് എഗ്ഗും കൂടിയാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബട്ടർ കോഫിയും 2 ബോയിൽഡ് എഗ്ഗ് അല്ലെങ്കിൽ ഓംലെറ്റോ സ്ക്രാമ്പിൾഡ് എഗ്ഗോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം. അപ്പോൾ ഇനി അടുത്തത് ലഞ്ചാണ്. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു പനീർ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഗാർലിക് പനീറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഇടാം. എന്നാൽ അതിന് ശേഷം കുറച്ച് അധികം തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചെറുതായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തത് അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 8 to 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ വെളുത്തുള്ളിയുടെ കളർ നല്ല ബ്രൗൺ ആവുന്നത് വരെ നമുക്കത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ പനീറിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർക്കാം, കുഴപ്പമില്ല. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഈ മിക്സഡ് ഹെർബ്സ് ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ മിക്സഡ് ഹെർബ്സ് ഇടാം. ഇത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഇടണ്ട, പ്രശ്നമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഇതിൽ ചേർക്കാം. അപ്പോൾ മിക്സഡ് ഹെർബ്സ് ഇട്ടു. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച പനീറിൻ്റെ ക്യൂബ്സും കൂടി അതിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റുക. പനീർ കുറേ അധികം നേരം കുക്കായി കഴിഞ്ഞാൽ ഒരു റബ്ബർ പോലെയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ആവും. അത് കാരണം അധികം നേരം പനീർ കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം അത് ഓൾറെഡി നമ്മൾ ഈ പാലിങ്ങനെ പിരിച്ചെടുത്തിട്ടാണല്ലോ പനീർ ചെയ്യുന്നത്. അപ്പോൾ അധികം നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. ഇപ്പോൾ 2 to 3 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി പനീർ. അപ്പോൾ അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇനി റെഡ് ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ കുറച്ച് മുളകിൻ്റെ പൊടി ഇട്ടാലും
കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുളകിൻ്റെ പൊടി ഇടുകയാണെങ്കിൽ ആദ്യം തന്നെ ഇടേണ്ടി വരും. അപ്പോൾ ഇതിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ടു. എന്നിട്ടൊന്ന് വഴറ്റുക. 2-3 മിനിറ്റ് നേരം ഇതൊന്ന് പനീരൊന്ന് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ പനീർ നിങ്ങൾ കുറച്ചധികം തന്നെ ലഞ്ചിന് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ബാക്കി വരുന്നത് നമുക്ക് ഡിന്നറിനും എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഗാർലിക് പനീർ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം നേരമൊന്നും വേണ്ട, പെട്ടെന്ന് ഇത് ഉണ്ടാക്കി തീർക്കാം. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ തിരക്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കോളിഫ്ലവർ കോക്കനട്ട് റൈസാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോറിന് പകരം ഇതേപോലെ കോളിഫ്ലവർ ഞാൻ 10 മിനിറ്റ് നേരം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് എന്നിട്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു തുണിയിൽ ഇട്ടിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ എല്ലാം നന്നായിട്ട് വലിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്തതാണിത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു ചോറിൻ്റെ ആ ഒരു ഗ്രെയിൻസ് പോലെ ഇരിക്കും. അപ്പോൾ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് ബോക്സിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കത് ചോറിന് പകരം തന്നെ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസൊക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാം. കേർഡ് റൈസ്, പിന്നെ പുട്ട് വരയ്ക്കും ഉണ്ടാക്കാം. സോ അടുത്തടുത്ത് വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കോളിഫ്ലവർ, റൈസ്ഡ് കോളിഫ്ലവർ എന്നാണ് പറയുന്നത്. അപ്പോൾ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ കടുക്, കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് കടുക് ഒന്ന് പൊട്ടിച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ, അതായത് ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, കുറച്ച് തേങ്ങ ചിരകിയത്, ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. എന്നിട്ടൊന്ന് തേങ്ങ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ റൈസ്ഡ് കോളിഫ്ലവർ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ലഞ്ച് ബോക്സ് റെസിപ്പിക്കൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ഇതെല്ലാം. എന്നിട്ട് കോളിഫ്ലവർ ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബാദാം, ചെറുതായിട്ട് കട്ട് ചെയ്ത ബാദാം, അല്ലെങ്കിൽ ഒരു 2 കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതൊക്കെ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഇടാം. പിന്നെ കറിവേപ്പില ഇടാം, ഉണക്കമുളക്, ഇത് കടുക് പൊട്ടിക്കുന്ന നേരത്തെ അതെല്ലാം ഇടാം. അപ്പോൾ ഉപ്പിട്ടു. ഇതൊന്ന് 2 മിനിറ്റ് നേരം ഒന്ന് ആ കോളിഫ്ലവർ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട്, കാരണം അത് ഓൾറെഡി 1/4 ഭാഗം അത് കുക്കാവും, കാരണം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന കാരണം. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ കോക്കനട്ട് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച്. കോളിഫ്ലവർ കോക്കനട്ട് റൈസ്, ഗാർലിക് പനീർ, പിന്നെ ഞാൻ കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാലഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡും ആഡ് ചെയ്യാം. ഇനി അടുത്തത് നമുക്ക് ഡിന്നറിലേക്ക് കടക്കാം. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു ദോശ ഉണ്ടാക്കാം. കാരണം ഈ ഡയറ്റിൽ ദോശയും ഈ ചോറ് അതൊന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ദോശ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി ബാദാം മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചീസും, ഇത് ഫുള്ള് ബാദാം പൊടിച്ച് ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചീസ്, മൊസറേല ചീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് ഒന്നിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ആൽമണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തനിയെ നമുക്ക് കടയിൽ വാങ്ങിക്കാനും കിട്ടും. പക്ഷേ ഇത് ഓൾറെഡി ബാദാം കുറച്ച് വീട്ടിലുണ്ടായിരുന്ന കാരണം ഞാനത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതെന്ന് മാത്രം. ഇപ്പോൾ ബാദാം പൊടിച്ചതും ചീസും, മൊസറേല ചീസും തേങ്ങാപ്പാലും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു പാകത്തിന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതുകൊണ്ട് ശരിക്കും നല്ല ടേസ്റ്റുള്ള ദോശയാണ്.
അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ആ ദോശയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എത്ര തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെല്ലെ അത് കുക്കായി വരുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ അടിഭാഗം നന്നായിട്ട് ബ്രൗൺ ആയിട്ട് സൈഡിൽ നിന്ന് തന്നെ സൈഡിൽ നിന്ന് വിട്ട് വരും. അപ്പോൾ അപ്പം തന്നെ നമുക്കത് തിരിച്ചിടാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഈക്വലായിട്ട് നല്ല ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യാം. ഇതേ കണ്ടില്ലേ, ബ്രൗൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ ക്രിസ്പായിട്ടുള്ള ഈ ഗീ റോസ്റ്റ്, ദോശ റോസ്റ്റ് ഒക്കെ നമ്മൾ ഹോട്ടലിൽ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ആ ഒരു ഗീ റോസ്റ്റിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലിന് പകരം കുറച്ച് നെയ്യ് ഒഴിക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി അതിനൊന്ന് മടക്കി റെഡി. അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇത് 1 or 2 ദോശയൊക്കെ കഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങ ചട്നിയോ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് പനീർ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാനൊരു പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഒരു പനീർ ഗ്രേവി ഉണ്ടാക്കിയതാണ്. അപ്പോൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ അരച്ച് ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു പനീർ മസാല ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാബേജ് തോരനും ഞാൻ വെച്ചു. അപ്പോൾ ക്യാബേജ് തോരൻ ഇപ്പോൾ രാത്രിക്ക് കുറച്ച് എടുത്ത കാരണം പിറ്റേ ദിവസത്തേക്കും കുറച്ച് ക്യാബേജ് തോരൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ പറയുക ലഞ്ചിന് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ദോശ, ആൽമണ്ട് ഫ്ലവർ ദോശ, പനീർ മസാല, പിന്നെ കുറച്ച് ക്യാബേജ് തോരൻ. അപ്പോൾ ഇന്നത്തെ 3 മീൽ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. പിന്നെ ഈ ലോ കാർബ് ഡയറ്റിൽ പ്രത്യേകിച്ചും ധാരാളം വെള്ളം കുടിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. പിന്നെ ധാരാളം പച്ചക്കറികളും ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അതിൽ ഫൈബർ നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye-bye.